ഹലോ, മാനിക്യൂറിനും പെഡിക്യൂറിനുമുള്ള നടപടിക്രമം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഈ പരിശീലനത്തിലേക്ക് സ്വാഗതം. ഈ പരിശീലനത്തിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് മാനിക്യൂറും പെഡിക്യൂറും നടത്താൻ കഴിയും. മാനിക്യൂർ, പെഡിക്യൂർ എന്നിവ നടത്തുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ വിവിധ തരം ഉപകരണങ്ങളുടെ പട്ടിക ഇവിടെ നൽകുന്നു. Client chair, manicure stool, manicure table, manicure tray, manicure bowl, infrared lamp, hot plate, medium size bowl, electric manicure kit, orange wood stick, emery board, magnifying glass, cuticle pusher, cuticle clipper, nail brush, nail scissors, nail buffer, spatula, pedispa, foot file, toenail clipper, pedicure clipper, UV LED lamp. Materials: cotton, nail varnish remover, cuticle oil or cream, whitening pencil, nail varnish, cuticle remover, nail bleachers, nail strengthener, hand lotion and cream, top coat, base coat, liquid hand wash, H2O2, manicure shampoo, vegetable oil, foot cream, foot powder, paper and cotton towels. ആദ്യം നമുക്ക് പ്ലെയിൻ മാനിക്യൂർ ചെയ്യുന്നതിനുള്ള വിവിധ ഘട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മാനിക്യൂർ ടേബിൾ തയ്യാറാക്കിയ ശേഷം നിങ്ങളുടെ ക്ലയന്റിനെ ഇരിക്കാൻ ക്ഷണിക്കുക. നിങ്ങളുടെ കൈകൾ കഴുകുക. ക്ലയന്റിന്റെ കൈകൾ സാനിറ്റൈസ് ചെയ്യുക. താഴെ പറയുന്നവ നിർണ്ണയിക്കുന്നതിനായി ക്ലയന്റിന്റെ കൈകൾ പരിശോധിക്കുക. കൈകളുടെയും നഖങ്ങളുടെയും അവസ്ഥ, മാനിക്യൂർ ചെയ്യാനാവില്ല എന്ന് സൂചിപ്പിക്കുന്ന ഏതെങ്കിലും അവസ്ഥകളുണ്ടോ, വിരൽത്തുമ്പുകളുടെയും നഖങ്ങളുടെയും സ്വാഭാവിക ആകൃതി. നെയിൽ വാർണിഷ് നീക്കം ചെയ്യുക. ഇടത് കൈയിലെ ചെറുവിരലിൽ നിന്ന് ആരംഭിക്കുക. രണ്ടാമത്തെ വിരലിനും നടുവിരലിനും ചൂണ്ടുവിരലിനുമിടയിൽ കോട്ടൺ പാഡ് വെച്ച് പൊതിയുക. നെയിൽ വാർണിഷ് റിമൂവർ ഉപയോഗിച്ച് കോട്ടൺ പാഡ് നനയ്ക്കുക. വിരലുകൾ ഓരോന്നായി പിടിച്ച ശേഷം നനഞ്ഞ കോട്ടൺ നെയിൽ പ്ലേറ്റിലേക്ക് നല്ലതുപോലെ അമർത്തുക. നഖത്തിൽ നിന്ന് കോട്ടൺ പാഡ് ബലമായി വലിച്ചുകൊണ്ട് നഖത്തിന്റെ അടിയിൽ നിന്ന് അഗ്രം വരെയുള്ള നെയിൽ വാർണിഷ് നീക്കം ചെയ്യുക. ഇത് ക്യൂട്ടിക്കിളിൽ പഴയ പോളിഷ് ഇളകാതെയിരിക്കുന്നത് ഒഴിവാക്കും. നിങ്ങൾ നഖങ്ങൾ ഷേപ്പ് ചെയ്യുമ്പോൾ സോവിംഗ് മോഷനും നഖത്തിന്റെ വശങ്ങളിലേക്ക് ആഴത്തിൽ ഫയൽ ചെയ്യുന്നതും ഒഴിവാക്കുക. വശങ്ങൾക്ക് പുറത്തേക്ക് വളരാൻ അനുവദിച്ചാൽ നഖത്തിന് നീളക്കൂടുതലുള്ളതായി കാണപ്പെടുകയും കൂടുതൽ കട്ടിയുള്ളതാവുകയും ചെയ്യും. ക്യൂട്ടിക്കിൾ മൃദുവാക്കുക. ഇടത് കൈയിൽ ക്യൂട്ടിക്കിൾ ക്രീം പുരട്ടുക. ശുചിത്വമുള്ള സോപ്പും വെള്ളവും ചേർത്ത ചെറുചൂടുള്ള ലായനിയിൽ മുക്കിവെക്കുക. ക്യൂട്ടിക്കിൾ മാർദ്ദവമുള്ളതാക്കുക. ഇടതു കൈയിലെ ജലാംശം പൂർണ്ണമായും നീക്കം ചെയ്യുക. ക്യൂട്ടിക്കിൾ റിമൂവർ പുരട്ടുക. കോട്ടൺ കമ്പിളിയിൽ പൊതിഞ്ഞ ഓറഞ്ച് വുഡ് സ്റ്റിക്ക് വൃത്താകൃതിയിൽ ചലിപ്പിച്ച് ക്യൂട്ടിക്കിൾ മൃദുവാക്കാൻ ആരംഭിക്കുക. ക്യൂട്ടിക്കിളുകൾ പിന്നോട്ട് തള്ളാൻ ക്യൂട്ടിക്കിൾ പുഷർ അല്ലെങ്കിൽ ഓറഞ്ച് വുഡ് സ്റ്റിക്ക് ഉപയോഗിക്കുക. ഈ ഘട്ടത്തിൽ ക്യൂട്ടിക്കിളുകൾ ഈർപ്പമുള്ളതാക്കി വയ്ക്കുക. അധികമുള്ള ക്യൂട്ടിക്കിൾ നീക്കം ചെയ്യുക. ചെറിയ വൃത്താകൃതിയിലുള്ള ചലനങ്ങൾ വഴി നിർജീവമായ ക്യൂട്ടിക്കിൾ സാവധാനം നീക്കം ചെയ്യുക. അധികമുള്ള ക്യൂട്ടിക്കിൾ, ക്രമമല്ലാത്ത രീതിയിലുള്ള ക്യൂട്ടിക്കിൾ അല്ലെങ്കിൽ തൂങ്ങിയ നഖങ്ങൾ എന്നിവ മുറിക്കാൻ ക്യൂട്ടിക്കിൾ നിപ്പർ ഉപയോഗിക്കുക. ക്യൂട്ടിക്കിളിനെ ഒരൊറ്റ ഭാഗമായി നീക്കം ചെയ്യുക.
വലതുകൈയിൽ ക്യൂട്ടിക്കിൾ ക്രീം പുരട്ടി ഫിംഗർ ബൗളിൽ മുക്കിവെക്കുക. ഇടതുകൈയുടെ മാനിക്യൂർ തുടരുക. ഫ്രീ എഡ്ജിന്റെ അടിവശം വൃത്തിയാക്കുക. ഫ്രീ എഡ്ജിന് കീഴ്വശം വൃത്തിയാക്കാൻ സോപ്പ് വെള്ളത്തിൽ നനച്ച ഒരു കോട്ടൺ ടിപ്പ് ഓറഞ്ച് വുഡ് സ്റ്റിക്ക് ഉപയോഗിക്കുക. ചലനം മധ്യത്തിൽ നിന്ന് വശത്തെ മിനുസമാർന്ന അഗ്രത്തിലേക്കാണ്. കൈത്തണ്ടയിൽ പിടിച്ച് നീണ്ട സ്വീപ്പിംഗ് സ്ട്രോക്കുകൾ പോലുള്ള വ്യത്യസ്ത സ്ട്രോക്കുകൾ ഉപയോഗിച്ച് ഹാൻഡ് ക്രീം ഉപയോഗിച്ച് 2 കൈകളും കൈത്തണ്ടയിലേക്ക് മസാജ് ചെയ്യുക. ഈ മസാജ് ചുവടുകളെല്ലാം മറുകൈയിലും ആവർത്തിക്കുക. ഇടതുകൈയിലും തുടർന്ന് വലതുകൈയിലും നെയിൽ പോളിഷ് പുരട്ടുക. എല്ലാ ഉപകരണങ്ങളും സാനിറ്റൈസ് ചെയ്യുക. സേവനം അവസാനിച്ചു കഴിഞ്ഞാലുടൻ തന്നെ ക്ലയന്റിന്റെ ആഭരണങ്ങൾ മടക്കി നൽകണം. ഇപ്പോൾ നിങ്ങൾക്ക് പ്ലെയിൻ മാനിക്യൂർ നടപടിക്രമങ്ങൾ എങ്ങനെ നിർവഹിക്കണമെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് റെഗുലർ പെഡിക്യൂർ നടപടിക്രമം ഒന്ന് ശ്രദ്ധിക്കാം. ക്ലയന്റിന്റെ കാലുകൾ അണുനാശിനി ലായനിയിൽ 3 മുതൽ 4 മിനിറ്റ് വരെ മുക്കിവെക്കുക. ആ ലായനിയിലേക്ക് കുറച്ചു തുള്ളി പെഡിക്യൂർ ഷാംപൂ, ഹൈഡ്രജൻ പെറോക്സൈഡ് ലായനി എന്നിവ ചേർക്കണം. നെയിൽ പ്ലേറ്റിൽ നിന്ന് അഴുക്കും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യാൻ ബ്രഷിന്റെ സഹായത്തോടെ നഖത്തിന്റെ ഉപരിതലം വൃത്തിയാക്കുക. ഫുഡ് സ്ക്രാപ്പർ, പ്യൂമിസ് സ്റ്റോൺ എന്നിവയുടെ സഹായത്തോടെ കാലിൽ നിന്ന് മൃതചർമ്മം നീക്കം ചെയ്യുക. ഇടതുകാൽ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് കാലിലെയും കാൽപാദങ്ങളിലെയും മൃതചർമ്മം നീക്കം ചെയ്യുന്നതിന് എക്സ്ഫോളിയേറ്റഡ് ക്രീം അല്ലെങ്കിൽ സ്ക്രബ്ബർ പുരട്ടുക. കാലിലെയും ഉപ്പൂറ്റിയിലെയും മൃതചർമ്മം നീക്കം ചെയ്യാൻ വൃത്താകൃതിയിലും തടവുന്ന രീതിയിലും അവ ചലിപ്പിക്കുക. ഉപ്പൂറ്റിയിൽ കൂടുതൽ മർദ്ദം ചെലുത്തുക. വലതുകാൽ വെള്ളത്തിൽ മുക്കി ഇടതുകാലിൽ ചെയ്ത അതേ ചുവടുകൾ ആവർത്തിക്കുക. ഇടതുപാദത്തിൽ നിന്ന് എക്സ്ഫോളിയേറ്റഡ് ക്രീം നീക്കം ചെയ്യുക. വലതുപാദത്തിലും ഇതേ ചുവടുകൾ ആവർത്തിക്കുക. ഇടതുപാദത്തിലും കാലിലും കണങ്കാൽ ഭാഗത്തിന് മുകളിൽ വരെയും ഫുഡ് ക്രീം പുരട്ടുക. ചെറിയതോ നീളമേറിയതോ ആയ തടവലുകൾ പാദത്തിൽ നിന്ന് ആരംഭിച്ച് മുകളിലേക്ക് പോയി കാൽമുട്ട് ഭാഗത്തിന് മുൻപ് നിർത്തുക. കുറഞ്ഞത് 5 തവണയെങ്കിലും ഈ ചുവടുകൾ ആവർത്തിക്കുക. തള്ളവിരലുകൾ ഉപയോഗിച്ച് ഉപ്പൂറ്റി പ്രദേശത്ത് ബലമായി തിരുമുക. തുടർന്ന് ഓരോ കാൽവിരലും ക്ലോക്ക് ദിശയിലും ആന്റി ക്ലോക്ക് ദിശയിലും കുറച്ചു മിനിറ്റ് നേരം തിരിക്കുക. നിങ്ങളുടെ കൈപ്പത്തികൾ ഉപയോഗിച്ച് കാൽപാദത്തിനടിയിലും തിരുമുക. നിങ്ങളുടെ തള്ളവിരലുകൾ ക്ലയന്റിന്റെ കാൽപാദത്തിനടിയിലും വിരലുകൾ പാദത്തിന് മുകളിലും വയ്ക്കുക. കാല് 3 അല്ലെങ്കിൽ 4 തവണ മൃദുവായി മസാജ് ചെയ്യുക. ഓരോ പാദത്തിന്റെ ഭാഗത്തു നിന്നും തുടങ്ങി കാൽവണ്ണയുടെ പേശികൾ വരെ വിരലുപയോഗിച്ച് അമർത്തുക. കുറഞ്ഞത് 5 തവണയെങ്കിലും ഇത്തരത്തിൽ മസാജ് ചെയ്ത് ഫുഡ് മസാജ് പൂർത്തിയാക്കുക. മുകളിൽ പറഞ്ഞ എല്ലാ ഘട്ടങ്ങളും വലത് കാലിലും ആവർത്തിക്കുക. ചെറുചൂടുള്ള വെള്ളത്തിൽ മുക്കിയ ടവൽ ഉപയോഗിച്ച് 2 കാലുകളിൽ നിന്നും അധികമുള്ള ക്രീം നീക്കം ചെയ്യണം. പിന്നീട് 2 പാദങ്ങളിലും കാലുകളിലും ഫുഡ് ലോഷൻ പുരട്ടുക. ബേസ് കോട്ട് പുരട്ടുക. തുടർന്ന് 2 കാൽ നഖങ്ങളിലും നെയിൽ വാർണിഷും ടോപ്പ് കോട്ടും പുരട്ടുക. നിങ്ങൾ ജോലി ചെയ്ത പ്രദേശം വൃത്തിയാക്കുകയും എല്ലാ ഉപകരണങ്ങളും സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യുക. നഖങ്ങൾ മോയ്സ്ചറൈസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ചും നെയിൽ പോളിഷ് നീക്കം ചെയ്ത ശേഷം പതിവായി ക്രീമുകൾ ഉപയോഗിക്കേണ്ടത് പ്രധാനമാണെന്ന് ക്ലയന്റിനെ അറിയിക്കുക. കാരണം മിക്ക നെയിൽ പോളിഷ് റിമൂവറുകളിലും നഖങ്ങളെ നിർജ്ജലീകരിക്കുന്ന രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു. പ്ലെയിൻ മാനിക്യൂറും റെഗുലർ പെഡിക്യൂറും കാര്യക്ഷമമായി എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് നന്ദി.